എല്ലാവർക്കും സരസ്വതിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പൊ നമുക്കൊന്ന് പുതിയ ക്ലാസ്സുമായിട്ട് നീങ്ങാം അല്ലെ മക്കളെ? ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോണത് ഏത് പാടാണ്? ഉയരങ്ങളിലേക്കൊരു യാത്ര. ഏത് പാടാണ് മക്കളെ? ഉയരങ്ങളിലേക്കൊരു യാത്ര. അപ്പൊ യാത്ര നമ്മൾ ഏത് യൂണിറ്റാണ് നമ്മൾ പഠിക്കുന്നത്? നടന്ന് നടന്ന് എന്ന് പറഞ്ഞു അല്ലേ? അതിലെ യാത്രേനെ പറ്റിട്ട് പറഞ്ഞു. കഴിഞ്ഞ പാഠത്തിൽ ഏതാ പഠിച്ചത്? ഇടുക്കിയുടെ താജ്മഹൽ. അത് നമ്മൾ എവിടേക്കാ ഏത് സ്ഥലത്തേക്ക് കാണാൻ പോയത്? അഖിലമ്മ കൂടിയിട്ട് ഇടുക്കി അണക്കെട്ട് കാണാൻ പോയല്ലേ? അതുപോലെ ഒരു യാത്രയെ കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്തും പറയുന്നത്. കഥയുറങ്ങുന്ന വഴിയിലൂടെ, കെ തായാട്ടിന്റെ കഥയുറങ്ങുന്ന വഴിയിലൂടെ എന്നതിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ഉയരങ്ങളിലേക്കൊരു യാത്ര. എന്താണ് നമുക്ക് പഠിക്കാനുള്ള ഉയരങ്ങളിലേക്കൊരു യാത്ര? അപ്പൊ നമുക്ക് ഈ പാഠഭാഗം വായിക്കാം. ടീച്ചർ പാഠം വായിക്കും. കുട്ടികളെല്ലാവരും നല്ല മക്കളായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. എന്തുകൊണ്ടാണ് പാഠം വായിക്കണമെന്ന് അറിയോ? നിങ്ങൾ ഒപ്പം വായിച്ചു പോകണം. ഇപ്പൊ മലയാളം വായിക്കാത്തതിന്റെ ഒരുപാട് ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നന്നായി പാഠം വായിക്കണം. ടീച്ചറെ കാലത്തൊക്കെ നന്നായി പാഠം വായിക്കും. മത്സരിച്ച് പാഠം വായിക്കലായിരുന്നു. എന്റെ മക്കൾ അതുപോലെ നന്നായി പാഠം വായിക്കണം. കാരണം പാഠം വായിക്കുമ്പോഴാണ് നമുക്ക് ഓരോ വാക്കുകളും കിട്ടുള്ളൂ. കേട്ടാ, നന്നായി വായിക്കണം. വായനയാണ് ഏറ്റവും പ്രധാനം. വായിച്ചാലാണ് വായനയോടൊപ്പം തന്നെ എഴുത്തും കൂടിയിട്ടാവുമ്പോഴാണ് നമുക്ക് മലയാള അക്ഷരം ഹൃദിസ്ഥമാക്കാൻ പറ്റുള്ളൂ. ഒരുപാട് കുട്ടികൾക്ക് മലയാളം അറിയാത്തൊരു അവസ്ഥയായിട്ട് നിൽക്കുന്നത്. അപ്പൊ എന്റെ മക്കള് അതുകൊണ്ട് ടീച്ചർ പാഠം വായിക്കുന്നതിന്റെ ഒപ്പം തന്നെ പാഠം വായിക്കണം കേട്ടോ. തുടങ്ങാം. ഉയരങ്ങളിലേക്കൊരു യാത്ര. പ്രിയമുള്ള മകനെ, ഞാൻ യാത്ര അവസാനിപ്പിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7000ഓളം അടി ഉയരത്തിലുള്ള കൊടൈക്കനാലിൽ. കയറിപ്പോന്നത് പഴനിയിൽ നിന്ന്. പഴനിയിലെത്തിയത് മധുരയിൽ നിന്നും. പഴനിയിൽ നിന്ന് കൊടൈക്കനാലിലേക്കുള്ള യാത്ര ഉദ്വേഗജനകമായിരുന്നു. അടുക്കടുക്കായി മലകൾ. മലകളുടെ മടിത്തട്ടിലൂടെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളഞ്ഞു പൊളഞ്ഞു ചുറ്റിക്കയറുന്ന മലമ്പാത. മലമ്പാതകൾക്ക് തൊട്ടുതാഴെ ചെങ്കുത്തായ താഴ്വാരങ്ങളും കൊല്ലികളും. എന്തൊക്കെയാണ്? ഞാൻ യാത്ര അവസാനിപ്പിച്ച് എവിടെ എത്തിയിരിക്കാണ്? സമുദ്രനിരപ്പിൽ നിന്നും 7000ഓളം അടി ഉയരത്തിലുള്ള കൊടൈക്കനാലിൽ. എവിടെ എത്തിയിരിക്കുന്നത്? കൊടൈക്കനാലിൽ. കയറിപ്പോന്നത് എവിടെ നിന്നാ? പഴനിയിൽ നിന്ന്. പഴനിയിലെത്തിയത് എവിടെ നിന്നാ? മധുരയിൽ നിന്നും. ആ യാത്രയൊക്കെ എന്തായിരുന്നു? ഉദ്വേഗജനകമായിരുന്നു. ബസ്സിലാണ് യാത്ര. എന്തിലാ യാത്ര? ബസ്സിലാണ് യാത്ര. ഈ മലമുകളിലേക്ക് തീവണ്ടിയില്ല. ഇവിടെ കയറി വരുന്നവർക്ക് അടുത്ത തീവണ്ടി ആപ്പീസ് കൊടൈക്കനാൽ റോഡാണ്. അവിടെ നിന്നും 75 കിലോമീറ്റർ അകലെയാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന കൊടൈക്കനാൽ എന്ന സുഖവാസ കേന്ദ്രം. എന്താണ് കൊടൈക്കനാൽ എന്ന സുഖവാസ കേന്ദ്രം അല്ലേ? എന്തിലാ യാത്ര പോണത്? ബസ്സിലെ യാത്ര. മലമുകളിലേക്ക് എന്തില്ല? തീവണ്ടി ഇല്ല. ഇവിടെ കയറി വരുന്നവർക്ക് അടുത്ത തീവണ്ടി ആപ്പീസ് എവിടെയാണ്? കൊടൈക്കനാൽ റോഡാണ് അല്ലേ? അവിടെ നിന്ന് 75 കിലോമീറ്റർ അകലെയാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന ഏത് സുഖവാസ കേന്ദ്രം? കൊടൈക്കനാൽ എന്ന സുഖവാസ കേന്ദ്രം. ബസ് ചുരം കയറി തുടങ്ങി. ഇരുഭാഗത്തും വളരുന്ന കാപ്പിച്ചെടികളും യൂക്കാലിപ്സ് മരങ്ങളും. ഇവയ്ക്കിടയിലൂടെ സ്ഫടികജലം ഒലിച്ചു താഴുന്ന നീർച്ചാലുകൾ. എന്തൊക്കെയാണ്? ബസ് ചുരം കയറി തുടങ്ങി. എന്തൊക്കെയാണ്? ഇരുഭാഗത്ത് കാപ്പിച്ചെടികൾ ഉണ്ട്, യൂക്കാലിപ്സ് മരങ്ങളുണ്ട്. ഇവയ്ക്കിടയിലൂടെ എന്തുണ്ട്? സ്ഫടികജലം ഒലിച്ചു താഴുന്ന നീർച്ചാലുകളും ഉണ്ട്. താഴെ മടക്കുമലകളുടെ വിള്ളലുകളിലൂടെ കാണുന്ന ഹരിതാപമായ നെൽപ്പാടങ്ങൾ. എന്തൊക്കെയാ? മടക്കുമലകളുടെ വിള്ളലുകളിലൂടെ കാണുന്ന ഹരിതാപമായ നെൽപ്പാടങ്ങൾ. പാടങ്ങൾക്കിടയിൽ പാവങ്ങൾ പാർക്കുന്ന കൂരകൾ. വിദൂര വീക്ഷണത്തിൽ കൂരിയാറ്റ കൂടുകൾ പോലെ, അല്ലെങ്കിൽ ചിതൽ പുറ്റുകൾ പോലെ. വിദൂര വീക്ഷണത്തിൽ എന്തുപോലെ? കൂരിയാറ്റ കൂടുകൾ പോലെ, അല്ലെങ്കിൽ ചിതൽ പുറ്റുകൾ പോലെ. ഇഴഞ്ഞിഴഞ്ഞ് ഉയരം കയറുന്ന ബസ്സിനുള്ളിലിരുന്ന് വെളിയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ നിന്നും അകലുകയാണെന്ന് തോന്നി. ആകാശത്തേക്ക് ഉയരുകയാണെന്നും. ഒരു വിമാനയാത്ര കണക്ക്. ബസ്സിൽ കണ്ണാടിപ്പലകയുള്ള ജനലരികെയാണ് ഞാനിരിക്കുന്നത്. എവിടെ ഇരിക്കുന്നത്? ബസ്സിലെ കണ്ണാടിപ്പലകയുള്ള ജനലിന്റെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് റോഡരികും താഴ്വരകളും കൊല്ലികളും അനായാസമായി കാണാം. തുടക്കത്തിൽ സുന്ദരം എന്ന് തോന്നിയെങ്കിലും ഡ്രൈവറുടെ ശ്രദ്ധ നൂലിട പിഴച്ചാൽ
പൊടി പോലും അവശേഷിക്കാതെ അഗാധതയിൽ വീണു ചാവേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ മനസ്സ് കിടുകിടുത്തു. ഭയം എന്നെ നിശേഷം കീഴടക്കി. എന്താ പറയുന്നത്, ബസ്സിലെ കണ്ണാടി പലകയെ പോലുള്ള ജനലിന്റെ അടുത്താണ് ആരിയിരിക്കുന്നത്, ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് റോഡരികും താഴ്വരകളും കൊല്ലികളും അനായാസമായിട്ട് കാണാം. തുടക്കത്തിൽ സുന്ദരെന്ന് തോന്നി, പക്ഷെ ഡ്രൈവറുടെ ശ്രദ്ധ ഒന്ന് പിഴച്ചാ പൊടി പോലും കിട്ടില്ല, അത് ഉറപ്പാ. അഗാധതയിൽ വീണ് ചാവേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ മനസ്സ് കിടുകിടുത്തു. ഭയം എന്നെ നിശേഷം കീഴടക്കി. യാത്രക്കാരിൽ പലരും നേരം പോക്ക് പറയുകയും കുടുംബകാര്യം ചർച്ച ചെയ്യുകയുമാണ്. മലമുകളിലെ തോട്ടങ്ങളിൽ നിത്യവേലയ്ക്ക് പോകുന്ന കൂലിക്കാരാണ്. അവർ വാതോരാതെ സംസാരിക്കുകയും മുറുക്കി ചുവപ്പിച്ച തൊണ്ണുകൾ കാട്ടി കുളിരെ ചിരിക്കുകയും ചെയ്യുന്നു. എന്താണ്, യാത്രക്കാരിൽ പലരും നേരം പോക്ക് പറയുന്നു, കുടുംബകാര്യങ്ങൾ പറയുന്നു. പിന്നെ അതുപോലെ തോട്ടങ്ങളിൽ നിത്യവേലയ്ക്ക് ജോലിക്ക് പോകുന്ന കൂലിക്കാരാണ് അതിൽ കൂടുതൽ പേരും. അവര് വാതോരാതെ സംസാരിക്കുകയും അതായത് മുറുക്കി ചുവപ്പിച്ച തൊണ്ണുകൾ കാട്ടി കുളിരെ ചിരിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അകലെയെങ്ങോ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകിത്താഴുന്ന നീരൊഴുക്കിന്റെ മന്ത്രമധുരമായ സംഗീതം, മരക്കൊമ്പുകളിൽ ചിലങ്ക കിലുക്കുന്ന കുഞ്ഞിളം പക്ഷികളുടെ കളഗാനം, ഇത് രണ്ടും മാത്രമാണ് ബസിന്റെ ഇരമ്പലിനോടൊപ്പം ഉരസിയൊഴുകുന്ന വേറെ ശബ്ദങ്ങൾ. എന്തൊക്കെയാ വേറെ ശബ്ദങ്ങള്? പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകിത്താഴുന്ന നീരൊഴുക്കിന്റെ മന്ത്രമധുരമായ സംഗീതം ഒന്ന്, മരക്കൊമ്പുകളിൽ ചിലങ്ക കിളുക്കുന്ന കുഞ്ഞിളം പക്ഷികളുടെ കളഗാനം രണ്ട്. ഇത് രണ്ടും മാത്രമാണ് ബസിന്റെ ഇരമ്പലിനോടൊപ്പം ഉരസിയൊഴുകുന്ന വേറെ ശബ്ദങ്ങൾ. കേട്ടല്ലോ. നേരം കഴിയും തോറും ചുരങ്ങളിൽ മഞ്ഞു വീണു തുടങ്ങി. തണുപ്പിനെ കനം വെച്ചു. പാടത്തെ നെല്ലോലകളിലും തൊടികളിലും ധനുമാസത്തിൽ പുകയൂതിയെത്തുന്ന മൂടലാണല്ലോ മഞ്ഞിനെ കുറിച്ചുള്ള നിന്റെ സങ്കല്പം. എന്നാൽ ഇവിടെ അതല്ല. തൂവെള്ള നിറമൂലുന്ന പഞ്ഞിക്കെട്ടുകൾ അരയന്ന പക്ഷികളെ പോലെ ചിറക് വെച്ചെടുക്കുന്നു. കയ്യെത്താവുന്ന അകലത്തിൽ പൊതിഞ്ഞു നിന്നുകൊണ്ട് ചുറ്റിപ്പറക്കുന്നു. മുന്നിൽ പിന്നിൽ മീതെ കീഴെ ബസിനു ചുറ്റും മഞ്ഞിന്റെ മേഘപടലം പൊതിഞ്ഞു മൂടിയപ്പോൾ നേരം കഴിയും തോറും ചുരങ്ങളിൽ എന്തുണ്ടായി? മഞ്ഞു വീണു തുടങ്ങി. തണുപ്പിനെ കനം വെച്ചു. പാടത്തെ നെല്ലോലകളിലും തൊടികളിലും ധനുമാസത്തിൽ പുകയൂതിയെത്തുന്ന മൂടലാണല്ലോ മഞ്ഞിനെ കുറിച്ചുള്ള നിന്റെ സങ്കല്പം. മഞ്ഞിനെ കുറിച്ചുള്ള സങ്കല്പാണ് കേട്ടോ. എന്നാൽ ഇവിടെ അതല്ല. തൂവെള്ള നിറമോലുന്ന പഞ്ഞിക്കെട്ടുകൾ അരയന്ന പക്ഷികളെ പോലെ ചിറക് വെച്ചെടുക്കുന്നു. കയ്യെത്താവുന്ന അകലത്തിൽ പൊതിഞ്ഞു നിന്നുകൊണ്ട് ചുറ്റിപ്പറക്കുന്നു. എവിടെയൊക്കെ? മുന്നിലെ, പിന്നിലെ, മീതെ, കീഴെ, ബസിന് ചുറ്റും മഞ്ഞിന്റെ മേഘപടലം പൊതിഞ്ഞു മൂടിയപ്പോൾ കയമില്ലാത്ത പാൽക്കടലിലൂടെ ബസ് ഒഴുകുകയാണെന്ന പ്രതീതിയുളവായി. ഏതോ സ്വപ്നലോകത്തിലൂടെ സഞ്ചരിക്കുകയാണെന്നും തോന്നി. മുന്നിലെ വിളക്ക് തെളിയിച്ചുകൊണ്ടാണ് ബസ് നീങ്ങുന്നത്. ഒരു കൊച്ചു വീടിന്റെ മുറ്റത്തോളം മാത്രമേ മുന്നിൽ ദൃശ്യമാകുന്നുള്ളൂ. മഞ്ഞിന്റെ കണ്ണാടിപ്പലക മുഖം മറച്ചു നിൽക്കുന്നു. കണ്ണാടിപ്പലകയുടെ കൂട്ടിനകത്ത് ബസിന്റെ ഇരമ്പൽ കൂറ്റൻ കരിവണ്ടിന്റെ മൂളക്കം പോലെ ചെകിടടപ്പിക്കുന്നു. തണുപ്പാണെങ്കിൽ അസഹ്യം. ഒട്ടിപ്പിടിച്ച കൂറ്റൻ അട്ടകളെ പോലെ ശൈത്യം കടിച്ചു കീറുന്നു. ബസ് കൊടൈക്കനാലെത്തി. അപ്പോഴേക്കും പകൽ രാത്രിക്ക് വേണ്ടി അരങ്ങൊഴിഞ്ഞ് കൊടുത്തിരുന്നു. മുന്നിലെ വിളക്ക് തെളിയിച്ചുകൊണ്ടാണ് ബസ് നീങ്ങുന്നത്. ഒരു കൊച്ചു വീടിന്റെ മുറ്റത്തോളം മാത്രമേ മുന്നിൽ ദൃശ്യമാകുന്നുള്ളൂ. മഞ്ഞിന്റെ കണ്ണാടിപ്പലക മുഖം മറച്ചു നിൽക്കുന്നു. കണ്ണാടിപ്പലകയുടെ കൂട്ടിനകത്ത് ബസിന്റെ ഇരമ്പൽ കൂറ്റൻ കരിവണ്ടിന്റെ മൂളക്കം പോലെ ചെകിടടപ്പിക്കുന്നു. തണുപ്പാണെങ്കിൽ അസഹ്യം. ഒട്ടിപ്പിടിച്ച കൂറ്റനട്ടകളെ പോലെ ശൈത്യം കടിച്ചു കീറുന്നു. ബസ് കൊടൈക്കനാലെത്തി. അപ്പോഴേക്കും പകൽ രാത്രിക്ക് വേണ്ടിയിട്ട് അരങ്ങൊഴിഞ്ഞ് കൊടുത്തിരുന്നു. രാത്രിയായി അവിടെ എത്തുമ്പോഴേ. ഇതാണ് നമ്മുടെ യാത്ര, അല്ലെ? ഉയരങ്ങളിലേക്കൊരു യാത്ര. നമ്മുടെ യൂണിറ്റ് തന്നെ യാത്രയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി ഇതിന്റെ അർത്ഥം, ചോദ്യോത്തരങ്ങൾ എല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞു തരാം. മാതൃഭാഷയുടെ പ്രാധാന്യം, അല്ലെ? എന്താണ് മാതൃഭാഷയുടെ പ്രാധാന്യം? മാതൃഭാഷയ്ക്ക് പ്രാധാന്യം വേണം. നമുക്ക് നമ്മുടെ അമ്മയെ പോലെ തന്നെ നമ്മള് മലയാളത്തെ സ്നേഹിക്കണം, അല്ലെ? മലയാളത്തെ സ്നേഹിക്കണം. അപ്പൊ അതുകൊണ്ട് എന്റെ മക്കള് ഒരുപാട് അക്ഷരമാല മുതൽ നമ്മൾ എഴുതി പഠിക്കണം. അക്ഷരമാല എന്റെ കുട്ടികൾക്ക് അറിയും. നമ്മൾ 1ാം ക്ലാസ് മുതൽ നമ്മൾ അക്ഷരമാലയൊക്കെ എഴുതി പഠിച്ചിട്ടുണ്ട്. 4ാം ക്ലാസ് കഴിഞ്ഞു. 5ാം ക്ലാസ്സിലെ കുട്ടികളായി, വലിയ കുട്ടികളായിട്ടുണ്ട്. അപ്പൊ അക്ഷരമാല എല്ലാവർക്കും നന്നായിട്ട് അറിയാമെന്ന് ടീച്ചർ വിചാരിക്കുന്നു. അക്ഷരമാലയുടെ ഒരു ക്ലാസ് നമുക്ക് പറയാം.
സ്വരാക്ഷരങ്ങള്, വ്യഞ്ജനാക്ഷരങ്ങള് ഇതൊക്കെ എൻ്റെ മക്കൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ കമന്റ് ചെയ്യണം. നമുക്കത് പഠിക്കണം. അതിൻ്റെ ഒരു ക്ലാസ് ടീച്ചർ വെക്കാം. അതുപോലെ തന്നെ ഒരുപാട് കവിതകൾ പഠിക്കണം. നമ്മൾ 5ാം ക്ലാസ്സിൽ ഞങ്ങളൊക്കെ പണ്ട് പഠിക്കുന്ന സമയത്ത് ഒരുപാട് കവിതകൾ ഒരുപാട് ആസ്വദിച്ച് പഠിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഇന്നത്തെ മക്കൾക്ക് അത് പഴയ കാലത്തെ മക്കളെ പോലെ അത് കാണുന്നില്ല. ടീച്ചർ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊന്നും അത് കാണുന്നില്ല. ആ മലയാളത്തിനോടുള്ള പഴയ ഇഷ്ടം കാണുന്നില്ല. അതുകൊണ്ട് ടീച്ചർ ഈ മാതൃഭാഷയുടെ പ്രാധാന്യം കൂടി പറഞ്ഞു തന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് മലയാളത്തിൽ ഒരുപാട് കവിതകളുണ്ട്, കവികളുണ്ട്, കുട്ടിക്കവിതകൾ എഴുതുന്നവരുണ്ട്, ഒരുപാട് കവിതകളുണ്ട്. അപ്പൊ ഓരോ മക്കളും മലയാളത്തെ സ്നേഹിക്കണം എന്നാണ് ടീച്ചർ വീണ്ടും വീണ്ടും പറയുന്നത്. പിന്നെ യാത്രകൾ, നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര പോകണം അല്ലേ? യാത്ര പോയിട്ടുള്ള യാത്രാനുഭവങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ പങ്കുവെക്കാനുള്ളത്. നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക്, ചെറിയ യാത്രയായാലും അതൊരു യാത്രയാണ്. അത് നമ്മുടെ അനുഭവമാണ്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ആ അനുഭവങ്ങൾ നമുക്ക് ആവിഷ്കരിക്കണം അല്ലേ? അപ്പോൾ യാത്രാനുഭവങ്ങൾ ഈ യൂണിറ്റിലെ പ്രാധാന്യം തന്നെ നമ്മുടെ യാത്രയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ യൂണിറ്റിന്റെ പ്രാധാന്യം കൂടി നമ്മൾ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ പഠിച്ചു പോകണം. എന്നാലാണ് നമുക്ക് ആ യൂണിറ്റിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓരോ യൂണിറ്റിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ഓരോ യൂണിറ്റിലും പറയുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ യൂണിറ്റുകൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് നമ്മുടെ യൂണിറ്റ് ഇത് എന്തിനാണ്, യാത്രയെ കുറിച്ചിട്ടാണ് നമ്മുടെ യൂണിറ്റിൽ പറയുന്നത്. അപ്പൊ ആദ്യത്തെ പാഠം നമ്മൾ പഠിച്ചു ഇടുക്കിയിലെ താജ്മഹൽ എവിടേക്കാണ്, അഖിലും അമ്മുവാണ് ഇടുക്കി അണക്കെട്ട് കാണാൻ പോയി, ഉയരങ്ങളിലേക്ക് ഒരു യാത്ര, അതുപോലൊരു പാടാണ്. അടുത്ത യൂണിറ്റിൽ അടുത്തൊരു പാഠം വരും ഉണ്ണിയുടെ വിമാനയാത്ര. അതും നമുക്കൊരു യാത്രയെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെ പാഠം നന്നായി വായിക്കുക. ഇന്നും രാവിലെ എഴുന്നേറ്റ് ഒരു 10 മിനിറ്റ് നിങ്ങൾ പാഠം വായിക്കാനായിട്ട്, കവിത ചൊല്ലാനായിട്ട് മലയാളത്തിൽ ഒരു 10 മിനിറ്റ് കിടക്കുന്നതിന് മുൻപും അതുപോലെ എഴുന്നേറ്റാൽ ഒരു 10 മിനിറ്റ്, അതുപോലെ പത്രം വായിക്കുന്ന ശീലം എൻ്റെ മക്കള് ശീലാക്കുക. അക്ഷരങ്ങൾ വായിച്ച് ചെറിയ 10 തൊട്ടേ, ഇപ്പൊ നിങ്ങൾ നല്ല ഇത്തിരി വലിയ കുട്ടികളായി ഈ സമയത്ത് തുടങ്ങിയാൽ ആ പത്രവായന നമ്മുടെ എൻ്റെ മക്കള് ശീലാക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതിന്റെ ചോദ്യോത്തരങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞുതരാം, അർത്ഥങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.